ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 3 കളർ ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യം ബോൺലെസ് ചിക്കൻ ആണ്. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലുള്ളതുപോലെ നമുക്ക് ക്യൂബായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അധികം ചെറുതാവേണ്ട, ഒരു മീഡിയം സൈസ് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് എടുക്കേണ്ടത്. ചില്ലി ചിക്കൻ ഏറ്റവും നല്ലത് അതാണ്. ഇനി ചിക്കൻ കഴുകി വെള്ളം പോകാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയും സാധനം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മാരിനേഷന് വെച്ച് ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല റെഡ് കളർ വേണമെങ്കിൽ മാരിനേഷൻ്റെ ടൈമിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഇടുന്നത്. ബാക്കി വെജിറ്റബിൾസ് ഓരോന്നായി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കുക്ക് ആവുന്നവരെ വെജിറ്റബിൾസ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനേഗറും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഇട്ട് കൊടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ചു വരുമ്പം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉപ്പൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈസി ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. So if you like my video and if you haven't yet subscribed to my channel, please do subscribe, like, comment and share.